ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് മിഡ് ഡേ മീൽ സ്കീം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ 86th അമെൻഡ്മെൻറ്റ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ 6 to 14 ഇയേഴ്സ്, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിൽ ചെയ്തൊരു മാറ്റമാണ്. അതായത് 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് പോയിൻറ്റ്, ലിങ്ക്ഡ് വിത്ത് UN മില്ലിനിയം ഡെവലപ്മെൻറ്റ് ഗോൾ. അതായത് യുണൈറ്റഡ് നേഷൻസ് 2000 നിശ്ചയിച്ച ലക്ഷ്യങ്ങളാണ് ഇവ. അതിലൊരു പ്രധാന ലക്ഷ്യമായിരുന്നു എല്ലാ കുട്ടികൾക്കും അടിസ്ഥാന വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നുള്ളത്. ദെൻ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എലമെൻ്ററി എഡ്യൂക്കേഷനാണ്. അതായത് രാജ്യത്തിലെ ഓരോ കുട്ടിക്കും പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമാക്കുക, അഥവാ എല്ലാവർക്കും സ്കൂളിൽ പോകാനും പഠിക്കാനും അവസരം ഉറപ്പാക്കുക. ദെൻ MDMS launched on 15th August 1995. ഈ മിഡ് ഡേ മീൽ സ്കീം എന്നുള്ള ഈ ഒരു പദ്ധതി ഓഗസ്റ്റ് 15, 1995 ഇത് കൊണ്ടുവന്നിട്ടുള്ളത്, ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുക, പിന്നെ അതുപോലെ തന്നെ വിശപ്പിനെ കുറക്കുക, പഠനം തുടരുമെന്ന് ഉറപ്പാക്കുക. ഇതാണ് ഇതിൻ്റെ മെയിൻ എയിംസ് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ഈസ് മിഡ് ഡേ മീൽ സ്കീം എന്നുള്ളതാണ്. ഒഫീഷ്യലി നാഷണൽ പ്രോഗ്രാം ഓഫ് ന്യൂട്രീഷണൽ സപ്പോർട്ട് ടു പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് ഫ്രീ കുക്ക്ഡ് മീൽസ് ടു സ്റ്റുഡൻറ്റ് ഇൻ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് സ്കൂൾസ്. അതായത് സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലുമുള്ള കുട്ടികൾക്ക് സൗജന്യമായി പാചകം ചെയ്ത ഉച്ചഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീം. ഇത് ബൂസ്റ്റ് എൻറോൾമെൻറ്റ്, റിറ്റൻഷൻ, ന്യൂട്രീഷൻ എമംഗ് ചിൽഡ്രൻ. അതായത് ഈ ഒരു പദ്ധതി കുട്ടികളെ കൂടുതൽ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും കുട്ടികൾ സ്കൂളുകൾ വിടാതെ പഠനം തുടരുമെന്ന് ഉറപ്പാക്കുകയും അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യവും ശരീര വളർച്ചയും നല്ലതാക്കാൻ പോഷകമുള്ള ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സിലേക്ക് വരുമ്പം, ഫസ്റ്റ് പോയിൻ്റ്, എലിമിനേറ്റ് ക്ലാസ് റൂം ഹങ്കർ. അപ്പോൾ നമുക്കറിയാം, ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ പല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നും വരുന്ന കുട്ടികളുണ്ടാവും. അപ്പം ഈ ഒരു മിഡ് ഡേ മീൽ പദ്ധതി വഴി അവർക്ക് സ്കൂളിൽ ഉച്ചഭക്ഷണം ലഭിക്കുകയും അതുകൊണ്ട് തന്നെ വിശന്ന് പഠിക്കേണ്ട അവസ്ഥ ഇല്ലാതാകും. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, ഇംപ്രൂവ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. സ്കൂളുകളിൽ ലഭിക്കുന്ന ഭക്ഷണം ന്യൂട്രീഷ്യസ് ഫുഡ് ആയതിനാൽ കുട്ടികളുടെ ആരോഗ്യവും ശരീര വളർച്ചയും മെച്ചപ്പെടും. ദെൻ തേർഡ് പോയിൻ്റ്, ഇൻക്രീസ് സ്കൂൾ അറ്റൻഡൻസ്. ഈ ഒരു മിഡ് ഡേ മീൽ സ്കീം പദ്ധതി വഴി ഭക്ഷണം ലഭിക്കുന്നതിനാൽ അവർ ദിനം പ്രതി സ്കൂളിൽ എത്താൻ ആഗ്രഹിക്കും. അതിനാൽ തന്നെ ഈ സ്കൂളുകളിൽ ഹാജർ നിരക്ക്, അതായത് ഈ അറ്റൻഡൻസിൻ്റെ നിരക്ക് ഉയരും. പിന്നെ നെക്സ്റ്റ്, പ്രൊമോട്ട് സോഷ്യൽ ഇക്വാലിറ്റി. എല്ലാ കുട്ടികളും, അതായത് ഇപ്പം ഒരു ക്ലാസ്സിൽ തന്നെ സമ്പന്നരായ കുട്ടികളുണ്ടാവാം, അതേപോലെ ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന കുട്ടികളും ഉണ്ടാവാം. അപ്പം ഒരുമിച്ച് ഫുഡ്, ഒരു ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ ഇടയിൽ എന്തുണ്ടാവും, ഒരു ഐക്യം, അതുപോലെ തന്നെ വ്യത്യാസബോധം കുറയും. അതുപോലെ തന്നെ സമത്വം വളരും. അവർ നല്ലൊരു ഫ്രണ്ട്സ് എന്നുള്ള രീതിക്ക് എല്ലാവരും തുല്യരായി കാണും. ദെൻ നെക്സ്റ്റ് പോയിൻ്റ്, എൻകറേജ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ. ഇതിലൂടെ, ഈ ഒരു പദ്ധതി വഴി എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാനും പഠിക്കാനും പ്രോത്സാഹനം ലഭിക്കും. ബെനിഫിറ്റ്സ് ഓഫ് മിഡ് ഡേ മീൽ സ്കീം: ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ ആൻഡ് ലേണിംഗ്.
കുട്ടികൾ വിശന്നിരിക്കുമ്പോൾ ശ്രദ്ധിക്കാനും പഠിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉച്ചഭക്ഷണം കിട്ടുമ്പോൾ ഉത്സാഹത്തോടെ പഠിക്കും എന്നാണ് പറയുന്നത്. അതിനാൽ അവരുടെ ഈ ഒരു പഠനത്തിലേക്കുള്ള ശ്രദ്ധയും അതുപോലെ തന്നെ പഠനത്തിൻ്റെ റിസൾട്ടും മെച്ചപ്പെടും. രണ്ടാമത്തെ പോയിൻ്റ്, ബിൽഡ് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ്. ഇപ്പം സ്കൂളിൽ ദിവസേന നിശ്ചിത സമയത്ത് പോഷകാഹാരം കഴിക്കുന്നതിനാൽ കുട്ടികളിൽ ശരിയായ ഭക്ഷണശീലങ്ങൾ വളരും. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം സമയം പാലിച്ച് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഈ വിവിധ തരത്തിലുള്ള ഭക്ഷണം പരീക്ഷിക്കുക മുതലായവ. ദെൻ റെഡ്യൂസ് ഡ്രോപ്പ് ഔട്ട് ആൻഡ് ചൈൽഡ് ലേബർ. ഈ ഒരു മിഡ് ഡേ മീൽ സ്കീം മെയിനായിട്ട് പറയുന്നതാണ്. അതായത് കുട്ടികൾ ഈ പകുതി വെച്ചിട്ടുള്ള ഡ്രോപ്പ് ഔട്ട്, അതായത് സ്കൂൾ പഠനം പൂർത്തിയാകാതെ പോവലൊക്കെ കുറയും. അതുപോലെ തന്നെ ഈ ബാലവേല മുതലായവ അങ്ങനത്തെ കാര്യങ്ങളും കുറക്കാനും ഈ ഒരു സ്കീം സഹായിക്കും. ദെൻ ലാസ്റ്റ് പോയിൻ്റ്, എൻഹാൻസസ് അക്കാഡമിക് പെർഫോമൻസ്. അതായത് വിശപ്പില്ലാത്ത ആരോഗ്യമായ കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഓർമ്മശക്തിയും ഉണ്ടാകും. അതിനാൽ അവരുടെ മാർക്കും പഠനഫലവും ഉയരും. ഇതാണ് ബെനിഫിറ്റ്സ് ഓഫ് MDMS എന്ന് പറയുന്നത്. ഇനി നമ്മൾ സോഷ്യൽ ഇമ്പാക്റ്റ് പറയുകയാണെങ്കിൽ, ബ്രിങ്സ് ചിൽഡ്രൻ ഓഫ് ഓൾ കാസ്റ്റ് ആൻഡ് ക്ലാസ് ടുഗദർ. അതായത് ഈ മിഡ് ഡേ മീൽ പദ്ധതിയിൽ എല്ലാ കുട്ടികളും, അതായത് ഇപ്പം റിച്ചായ കുട്ടികളും അതേപോലെ ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളും വ്യത്യസ്ത ജാതികളിലെയും ഒന്നിച്ചിരുന്ന് ഒരേ ഭക്ഷണം കഴിക്കുന്നു. അതിനാൽ സൗഹൃദവും ഐക്യബോധവും വളരുന്നു. ദെൻ പ്രൊമോട്ട്സ് ഇക്വാലിറ്റി ആൻഡ് ഇൻക്ലൂഷന്. എല്ലാവർക്കും ഒരേ രീതിയിൽ ഭക്ഷണം ലഭിക്കുന്നതിനാൽ തന്നെ ഈ ജാതി, അതുപോലെ തന്നെ ഈ മതം, ദെൻ സമ്പത്ത് എന്നീ വ്യത്യാസങ്ങളൊക്കെ നോക്കാനും അതേ രീതിയിൽ കാണുന്നതൊക്കെ കുറയും ഈ ഒരു പദ്ധതിയിലൂടെ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പെരുമാറാനും പിന്നെ ഇൻക്ലൂഷനും ഒക്കെ പഠിക്കും. ദെൻ തേർഡ് പോയിൻ്റ്, എൻകറേജസ് ജെൻഡർ ഇക്വാലിറ്റി, മോർ ഗേൾസ് അറ്റൻഡൻറ്റ് സ്കൂൾ. അപ്പോൾ ഈ മിഡ് ഡേ മീൽ പദ്ധതി മൂലം പെൺകുട്ടികൾക്കും സ്കൂളിൽ പോകാനുള്ള പ്രേരണ ലഭിക്കുന്നു. അതായത് ഇപ്പോൾ ചില കാരണം കൊണ്ട് ഈ കുടുംബങ്ങളൊക്കെ, അതായത് വീട്ടിലുള്ളവർ ഈ ഭക്ഷണച്ചെലവ് കുറക്കാൻ, അല്ലെങ്കിൽ ഈ അധികം പ്രാരാബ്ധമൊക്കെയുള്ള ഫാമിലിയിൽ നിന്നാണ് ഒരു കുട്ടി വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പെൺകുട്ടികളൊന്നും മേ ബി ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ സ്കൂളിൽ പറഞ്ഞേക്കാതെ വെക്കും. കാരണം അവർക്കതൊരു ചിലവാണല്ലോ. അപ്പോൾ ഈ ചിലവുകളൊക്കെ കുറക്കാനായി പെൺകുട്ടികളെ ഈ സ്കൂളിലേക്ക് അയക്കാൻ താല്പര്യം, അതായത് ഈ ഒരു പദ്ധതിയിലൂടെ ഇങ്ങനത്തെ ഈ അവർക്ക് ഭക്ഷണമൊന്നും വേണ്ടല്ലോ, അപ്പം പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ താല്പര്യം കാണിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ജെൻഡർ ഇക്വാലിറ്റി ശക്തമാകും. ദെൻ പ്രൊവൈഡ്സ് എംപ്ലോയ്മെൻറ്റ് ടു വുമൺ ആസ് കുക്സ് ആൻഡ് ഹെൽപ്പേഴ്സ്. ഈ ഒരു പദ്ധതിയിൽ പാചകം ചെയ്യാനും ഭക്ഷണം വിതരണം ചെയ്യാനും സ്ത്രീകളാണ് കൂടുതലും നിയമിക്കുന്നത്. അതുവഴി സ്ത്രീകൾക്ക് ഒരു തൊഴിലും പിന്നെ സ്വയം പര്യാപ്തതയും ഉണ്ടാകും. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ മിഡ് ഡേ മീൽ സ്കീമിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ് ആണ്. സ്റ്റാർട്ടഡ് ഇൻ 1995, മെയ്ഡ് കമ്പൽസറി ബൈ സുപ്രീം കോർട്ട് 2001. അതായത് മിഡ് ഡേ മീൽ പദ്ധതി 1995 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും സ്കൂളുകളിൽ പോഷകമുള്ള ആഹാരം, അതായത് ഉച്ചഭക്ഷണം നൽകുക എന്നാണ്. ആൻഡ് ഓൾസോ 2001
ഇന്ത്യൻ സുപ്രീം കോടതി ഈ ഒരു പദ്ധതി എല്ലാ സർക്കാർ സ്കൂളുകളിലും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലും നിർബന്ധമായും നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാ കുട്ടികൾക്കും സ്കൂളുകളിൽ ഫ്രീ ഭക്ഷണം ലഭിക്കണം എന്നുള്ളത്. നെക്സ്റ്റ്, കവേഴ്സ് ബോത്ത് പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി ലെവൽ. അതായത് ഈ ഒരു പദ്ധതി 1 മുതൽ 8 വരെയുള്ള സ്കൂളുകളിലെ കുട്ടികൾക്കാണ് ബാധകമായിട്ടുള്ളത്. അതായത് 1 മുതൽ 8 വരെയുള്ള കുട്ടികൾക്കാണ് മെയിനായിട്ട് അവർ ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. അഥവാ പ്രൈമറി എന്ന് പറയുന്നത് 1 to 5ഉം അപ്പർ പ്രൈമറി എന്ന് പറയുന്നത് 6 to 8ഉം ഈ കുട്ടികൾക്കാണ് മെയിനായിട്ട് ഇവർ കവർ ചെയ്യുന്നത്. വേൾഡ്സ് ലാർജസ്റ്റ് സ്കൂൾ മീൽ പ്രോഗ്രാം. ഇന്ത്യയിലെ മിഡ് ഡേ മീൽ സ്കീം ലോകത്ത് തന്നെ ഏറ്റവും വലിയ സ്കൂൾ ഭക്ഷണ പദ്ധതിയാണ്. അതായത് ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പ്രതിദിനം ഭക്ഷണം ലഭിക്കുന്നു. അതാണ് ഈ ഒരു പോയിന്റ് വ്യക്തമാക്കുന്നത്. മീൽസ് ഫോളോ സെറ്റ് ന്യൂട്രീഷണൽ സ്റ്റാൻഡേർഡ്. സ്കൂളുകളിൽ ലഭിക്കുന്ന ഭക്ഷണം സർക്കാർ നിശ്ചയിച്ച പോഷകമൂല്യങ്ങൾ, അതായത് ന്യൂട്രീഷണൽ സ്റ്റാൻഡേർഡ്സ് പാലിച്ചിരിക്കും. ഇപ്പം കുട്ടികൾക്ക് ശരിയായ അളവിൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, വിറ്റാമിൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ന്യൂട്രീഷണൽ സ്റ്റാൻഡേർഡ് പാലിച്ചിരിക്കും. Then coming to its achievements, improved enrollment, retention and attendance. ഈ മിഡ് ഡേ മീൽ സ്കീം മൂലം കൂടുതൽ കുട്ടികൾക്കും സ്കൂളിൽ ചേരുകയും സ്കൂൾ വിടാതെ പഠനം തുടരുകയും ചെയ്യുന്നു. കൂടാതെ ദിനംപ്രതി സ്കൂളിലെ അറ്റൻഡൻസിൻ്റെ എണ്ണം കൂടുകയും ചെയ്യുന്നു. റെഡ്യൂസ്ഡ് മാൽന്യൂട്രീഷൻ ആൻഡ് ഹങ്കർ. സ്കൂളിൽ ലഭിക്കുന്ന സമൃദ്ധമായ ഭക്ഷണം കൊണ്ട് കുട്ടികളുടെ പോഷകാഹാരക്കുറവ്, അതായത് മാൽന്യൂട്രീഷന് കുറയും. അതുപോലെ തന്നെ വിശപ്പും ഇല്ലാതാകുന്നു. പ്രൊമോട്ടഡ് ഹെൽത്ത് അവെയർനെസ് എമംഗ് ചിൽഡ്രൻ. ഈ നല്ല ഭക്ഷണം കഴിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ആരോഗ്യപരമായ ശീലങ്ങൾ, അതായത് ഇപ്പം ഈ ശുചിത്വബോധം, ഇപ്പം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ കൈ കഴുകി ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പാലിക്കും. ദെൻ സ്ട്രെങ്തൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷന്. ഈ ഒരു പദ്ധതിയിൽ പാചകം, വിതരണം, മേൽനോട്ടം തുടങ്ങിയവയിൽ പാരൻസ്, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റി, അതായത് നാട്ടുകാർ തുടങ്ങിയവരൊക്കെ പങ്കാളികളാകുന്നു. അതിനാൽ ഈ സമൂഹ ഐക്യവും സഹകരണവും വർദ്ധിക്കും ഈ ഒരു സ്കീമിലൂടെ. ദെൻ ഇറ്റ്സ് ചലഞ്ചസ്. അപ്പം നമുക്കറിയാം ഓരോ പദ്ധതിക്കും അതിൻ്റേതായിട്ടുള്ള ചലഞ്ചസും ഉണ്ടാകും. അപ്പം ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഫസ്റ്റത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഇറഗുലർ ഫുഡ് സപ്ലൈ ഇൻ സം റീജിയൻസ്. അതായത് ഈ ചില റീജിയൻസിലൊക്കെ, അതായത് ഇപ്പം അകലെയുള്ള സ്കൂളുകളിൽ ഈ ഭക്ഷണം സമയത്ത് ലഭിക്കാത്തത്, അല്ലെങ്കിൽ അവയിൽ അതായത് അളവിൽ കുറവായുള്ള വിതരണം എന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ചില ദിവസങ്ങളിൽ ഉച്ചഭക്ഷണം ലഭിക്കാതെ പോകാറുണ്ട്. ദെൻ നെക്സ്റ്റ്, പൂവർ കിച്ചൺ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം നമുക്കറിയാം എല്ലാ സ്കൂളിലും ഇങ്ങനെ കിച്ചൻ്റെ സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം പല സ്കൂളുകളിലും ശരിയായ അടുക്കളയോ അതുപോലെ തന്നെ പാചകം ചെയ്യുന്ന സാധനങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഈ ഭക്ഷണം സൂക്ഷിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പിന്നെ ലാക്ക് ഓഫ് ഹൈജീൻ ആൻഡ് മോണിറ്ററിങ്. ഈ ചില സ്കൂളുകളിൽ ശുചിത്വം പാലിക്കാത്തതും അതുപോലെ തന്നെ ഭക്ഷണം പരിശോധിക്കാനുള്ള സ്ഥിരമായ മേൽനോട്ടം ഇല്ലാത്തതു മൂലവും കുട്ടികളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടാകും.
പിന്നെ നാലാമത്തെ പോയിന്റ്, ടീച്ചേഴ്സ് ടൈം ഡൈവേർട്ടഡ് ഫ്രം ടീച്ചിങ്. അതായത് ഇപ്പോൾ ചിലപ്പോഴൊക്കെ അധ്യാപകർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിലും അതുപോലെ തന്നെ അപ്പം ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവർക്ക് സമയം ചെലവാക്കേണ്ടി വരും. അതായത് ഇപ്പം അതിനാൽ തന്നെ അവർക്ക് പഠിപ്പിക്കാനുള്ള സമയം കുറയുന്നു. ഈ ഒരു ഇപ്പം നമുക്കറിയാം, ഇപ്പം മെജോറിറ്റി ഓഫ് സ്കൂളിലൊക്കെ ഈ ടീച്ചേഴ്സൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കും കുട്ടികൾക്ക്. അപ്പം ആ ഒരു സമയം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇപ്പോൾ ക്ലാസ്സിന് നേരത്തെ തുടങ്ങിക്കൊള്ളണമെന്നില്ല, അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. അതായത് ടീച്ചേഴ്സിനെ ഈ ടീച്ചിങ്ങിൽ നിന്നും ഡൈവേർട്ട് ആക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അതർ എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ആർട്ടിക്കിൾ 21A. ഈ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ളത്. അതായത് ഓരോ കുട്ടികൾക്കും വിദ്യാഭ്യാസം അവകാശമാണ്. അങ്ങനെ അതായത് ഓരോരുത്തരും 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുക. അതാണ് ഈ ആർട്ടിക്കിൾ 21 പറയുന്നത്. എഡ്യൂക്കേഷൻ ഫോർ വീക്കർ സെക്ഷന് ആർട്ടിക്കിൾ 15, 17 ആൻഡ് 46. ഈ ആർട്ടിക്കിളുകളിൽ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള വിദ്യാഭ്യാസ അവകാശം ഉറപ്പാക്കുന്നു. അതായത് ഈ ജാതി, മതം, ലിംഗം, ജനനം തുടങ്ങിയ അടിസ്ഥാനമാക്കിയ വ്യത്യാസം കാണിക്കാൻ പാടില്ല. അതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. പിന്നെ അൺടച്ചബിലിറ്റി നിരോധിക്കുക, അതാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 46 പിന്നോക്ക വിഭാഗങ്ങൾക്കും ദരിദ്രർക്കും വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക വളർച്ചയിലും പ്രോത്സാഹനം നൽകണം. അതിനാൽ ഈ വകുപ്പുകൾ അതായത് വീക്കർ സെക്ഷന്, ദരിദ്രവും പിന്നോക്കരും വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വരാൻ അവർ ഈ ഒരു പദ്ധതി സഹായിക്കുന്നുണ്ട്. പിന്നെ മദർ ടങ് ഇൻസ്ട്രക്ഷന് ആർട്ടിക്കിൾ 350A. ഈ ഒരു വകുപ്പ് പ്രകാരം പ്രാഥമിക തലത്തിൽ കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷ അതായത് മദർ ടങ് പഠിക്കാൻ അവസരം നൽകുന്നു. അപ്പം അവർക്ക് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടില്ലാതെ പഠനത്തിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ മനസ്സിലാക്കാനും താല്പര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ദെൻ വുമൺസ് എഡ്യൂക്കേഷൻ ആൻഡ് ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14. ഈ ആർട്ടിക്കിൾ 14 പ്രകാരം എല്ലാവർക്കും സമത്വാവകാശം അതായത് റൈറ്റ് ടു ഇക്വാലിറ്റി ഉറപ്പാക്കുന്നു. അതായത് ഇപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെയുള്ള വിദ്യാഭ്യാസ അവകാശം അതുപോലെ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. Then coming to conclusion, മിഡ് ഡേ മീൽ സ്കീം, എഡ്യൂക്കേഷൻ പ്ലസ് ന്യൂട്രീഷൻ പ്ലസ് ഇക്വാലിറ്റി. ഈ മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനും ന്യൂട്രീഷനും ഇക്വാലിറ്റിയും ഒന്നിച്ചുള്ളതാണ്. അതായത് ഇപ്പം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും പഠിക്കാനും പ്രോത്സാഹനം നൽകുക, അതുപോലെ ആരോഗ്യവും വളർച്ചയും ഉറപ്പാക്കുക, പിന്നെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലൂടെ സമത്വം വളർത്തുക. ഇതൊക്കെയാണ് ഈ MDMSൽ നമ്മൾ കാണുന്നത്. ഇംപ്രൂവ്സ് ചിൽഡ്രൻസ് ഹെൽത്ത്, അറ്റൻഡൻസ് ആൻഡ് ലേണിംഗ്. ഈ ഭക്ഷണം അതായത് ഈ ഒരു മിഡ് ഡേ മീൽ സ്കീം അതായത് ഉച്ചഭക്ഷണത്തിലൂടെ കുട്ടികളുടെ ആരോഗ്യം നല്ലതാക്കുകയും പിന്നെ അതുപോലെ തന്നെ അവർ സ്കൂളിൽ സ്ഥിരമായി വരുന്ന ആ ഒരു തലത്തിലെത്തുകയും പിന്നെ പഠനത്തിൽ ശ്രദ്ധയും പിന്നെ കൂടുതൽ മനസ്സിലാക്കാനും മെച്ചപ്പെടുത്തുന്നു. സ്ട്രെങ്തൻസ് സോഷ്യൽ യൂണിറ്റി ആൻഡ് വുമൺ എംപവർമെൻറ്റ്. അതായത് എല്ലാ കുട്ടികളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ സൗഹൃദവും ഐക്യവും വളരും. കൂടാതെ അതായത് നമ്മൾ പറഞ്ഞു സ്ത്രീകളെയാണ്
മെയിനായിട്ട് ഈ ഒരു സ്കീമിൽ എടുക്കൽ. അതായത് ഇപ്പോൾ ഫുഡ് സപ്ലൈ ചെയ്യാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ. അപ്പം ഇതിലൂടെ സ്ത്രീകൾക്ക് ജോലി ഇതിലൂടെ സ്ത്രീകൾക്ക് ജോബ് ലഭിക്കുന്നതിനാൽ വുമൺ എംപവർമെൻറ്റ് ഉണ്ടാകും. ദെൻ ലാസ്റ്റ് പോയിന്റ്, എ വിറ്റൽ സ്റ്റെപ്പ് ടുവാർഡ് എ സ്ട്രോങ്ങർ എഡ്യൂക്കേറ്റഡ് നേഷൻ. അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം, സമത്വം ഈ മൂന്നും കൂടി ഉറപ്പാക്കുമ്പോൾ അത് നമ്മുടെ രാജ്യം വളരെ സ്ട്രോങ് ആവുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ളതുമായൊരു സമൂഹമായി വളരും. അപ്പം ഇതാണ് നമ്മുടെ മിഡ് ഡേ മീൽ സ്കീം എന്നുള്ള ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. സോ താങ്ക് യു.